പ്രവിത ആബേൽ. പ്രവിത. ഈ പേരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ പ്രഭിതയാണോ പ്രഭതയാണോ പ്രഭിതയാണോ പ്രഭതയാണോ ഭയങ്കര പ്രശ്നമാണ് ഇല്ലേ? എന്ത് പേരാ വീട്ടിൽ വിളിക്കണത്? ചിക്കു. ചിക്കു എന്നുള്ള പേര് ചിക്ക് 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 എന്നുള്ള പേരാ വിളിക്കുന്നത്. ആ പേര് വിളിക്കുന്നതാണ് ഇഷ്ടം, മറ്റേ പ്രഭിതയാണോ ഇഷ്ടം? നല്ല പേരില്ലേ? ആരാണാ വന്നിരിക്കുന്നത് കൂടെ? അച്ഛന്, അമ്മയും, എന്റെ ബാവയും, എന്റെ കുക്കുട്ടിയും, എന്റെ അഞ്ചേച്ചി. ഒരു ജാഥ തന്നെ ഉണ്ടല്ലേ എന്റെ പുറകിൽ അല്ലേ? എല്ലാരും കൂടി വന്നിരിക്കുന്നത് എന്താണ്? മോൾ എന്ത് പറയും, എന്ത് കാണിക്കും എന്ന് ടിവിയിൽ വരുന്നതും അത് നേരിട്ട് കാണാനും വേണ്ടിയാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ മോളോട് ഇഷ്ടമുള്ള എത്ര പേരാ, എന്തോരം പേരാ? നോക്കി വരില്ല ആരോടാണ് കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം അച്ഛനെല്ലാം വാങ്ങിച്ചു തരും, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകും. ഇതല്ലേ സത്യം? അമ്മ ഒരിടത്ത് കൊണ്ടുപോകില്ല, ഒന്നും വാങ്ങിച്ചു തരില്ല. അച്ഛനും അമ്മയും ഒരേ സ്ഥലത്തന്നെ മേടിച്ചിട്ട് അച്ഛനമ്മ ഇന്ന് അമ്മമാരെ അടുത്ത് കൊടുത്തിട്ട് അച്ഛനും അമ്മയും പോകും. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? 1ാം ക്ലാസ്. ടീച്ചർ എങ്ങനെയുണ്ട്? നല്ല ടീച്ചറാണ്. തല്ലുവോ? വികൃതിയൊക്കെ കാണിച്ചാലേ. കണ്ണുരുട്ടുവോ? പിച്ചുവോ? ഒന്നും ചെയ്യില്ല. വികൃതി കാണിച്ചാൽ തല്ലും. എന്താ ടീച്ചറിന്റെ പേര്? ഉഷ. നല്ല ടീച്ചറാണെന്നാണ് പറഞ്ഞത്. ഉഷ ടീച്ചർ വികൃതി കാണിച്ചാൽ മാത്രമേ തല്ലുള്ളൂ. എന്ത് കഴിക്കുന്നതാണ് ഇഷ്ടം? മുന്തിരി, ആപ്പിളൊക്കെ മേടിച്ചു കൊടുക്കണം എല്ലാ ദിവസവും. കാര്യം മുന്തിരി, ആപ്പിളൊക്കെ നല്ല ഫ്രൂട്ട്സ് ആണ്. ഓപ്പിളാണ് ഇഷ്ടം, ആറഞ്ചാണ് ഇഷ്ടം? ഓറഞ്ചാണ് ഇഷ്ടം. ഓക്കെ. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഇഷ്ടം. പാട്ട് പാടാറുണ്ടോ? ഡാൻസ് കളിക്കാറുണ്ടോ? ചിത്രം വരക്കാറുണ്ടോ? ആരാണ് വീട്ടിൽ പാട്ടുകാരി? അമ്മ നന്നായിട്ട് പാടുവോ? മോൻ ആരാകണമെന്നാണ് ആഗ്രഹം വലുതാവുമ്പോ? കളക്ടർ ആകണമെന്നാണ് ആഗ്രഹം. വലിയ ആഗ്രഹമാണ്. കളക്ടർ ആകണമെന്ന് ഇപ്പോഴേ ആഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് മോൻ ഇനി അതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ? ഏത് നാട്ടിലെ കളക്ടർ ആവും? മലപ്പുറത്താണ്. പിന്നെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഞാൻ ഈ എല്ലാ ദിവസവും കാലവർഷം ആരംഭിച്ചതിന് ശേഷം എല്ലാ കുട്ടികളോടും ഞാൻ ചോദിച്ചു, കാലവർഷം ആരംഭിച്ചപ്പോൾ വീട്ടിലിരിക്കാം, ശനി ഞായർ മാറുന്ന കുട്ടികൾക്ക് ഹാപ്പി ക്രിസ്മസ്. ഇപ്പൊ അത് കൂടാതെ തന്നെ ബന്ദ്, പണിമുടക്ക്, ഹർത്താല് ഒക്കെ വരുമ്പോ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് അച്ഛനെയാണോ അമ്മനെയാണോ അപ്പൂപ്പനെയാണോ ഇഷ്ടം എന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇവരെ ആരെയല്ല ഇഷ്ടം, പിന്നെ എനിക്ക് കളക്ടറിന് ഇഷ്ടം. തോറും ദിവസമാണ് അവധി തന്നേക്കുന്നത്. കുറെ ദിവസങ്ങൾ അവധി കൊടുത്തു. ഇപ്പൊ കളക്ടറോടാണ് എല്ലാ കുട്ടികൾക്കും താല്പര്യം. ഓക്കെ. എന്താ പേര് പറഞ്ഞത്? പ്രവിത ആബേൽ. പക്ഷെ ഇഷ്ടം പ്രവിത ആബേൽ അല്ലേ? വീട്ടിൽ വിളിക്കുന്ന പേര് ചിക്കു. പിന്നെ ചിക്കുട്ടിയുണ്ട്. ചിക്കുട്ടിയും അമ്മട്ടി, കുമ്മട്ടി, അങ്ങനെ കുറെ പേരുണ്ട് കൊച്ചിന് അല്ലേ? ആ, അപ്പൊ നമുക്ക് അത് നല്ല പേരാ. ചിക്കുട്ടിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ടീ ഉള്ളതൊക്കെ നല്ലതാ ഇല്ലേ? മാളൂട്ടി, മാമാട്ടി, മമ്മട്ടി, കുമ്മട്ടി, മമ്മൂട്ടി. മാച്ചേച്ചി ഏതാണ്? മാച്ചേച്ചി വന്നില്ല. അപ്പൊ മാച്ചേച്ചിക്ക് ഒരു ഹായ് കേട്ടാ. മാച്ചേച്ചില്ലേ കണ്ണൂരിലാണ്. അപ്പൊ അവിടെ ഇരുന്ന് മാച്ചേച്ചി ഇത് കാണും. അപ്പൊ മോൻ പറഞ്ഞ കാര്യങ്ങള് കാണും കേട്ടോ. ഓക്കെ. ആ, അടുത്തത് സാധാരണ തോക്കുമ്പോഴാണ് തൊപ്പിയിടാറ്. ഇതിപ്പോ നേരത്തെ തൊപ്പിയിട്ട് കഴിഞ്ഞു. തോറ്റു തൊപ്പിയിട്ടതാണോ? അന്ന് സംഭവിച്ചു. തോറ്റു തൊപ്പിയിട്ടതാണ്. എവിടെയാണ് സാറിന്റെ സ്ഥലം? വേങ്ങര. ആരാ കൂടെ വന്നിരിക്കുന്നത്? ഉമ്മിച്ചിന്റെ ഒപ്പം. ഞാൻ അല്ലെ ഉമ്മിച്ചിന്റെ ഒപ്പമാണ്. ബാപ്പിച്ച് എവിടെയാണ്? ദുബായിൽ എവിടെയാണ്? ഗൾഫിൽ എവിടെയാണ്? ദുബായിൽ. എത്ര നാളായി പോയിട്ട്? 3 ദിവസമായി അല്ലേ? 3 ദിവസമായി ബാപ്പിച്ച് പോയിട്ട്. തന്റെ എന്ത് പേരെന്താണ്? ആമീഷ. നല്ല പേരാണ് ആമീഷ. ആമീഷയുടെ പാപ്പിച്ചി ദുബായിലല്ല, പിന്നെ എവിടെയാണ്? ഗൾഫിലാ. ഉമ്മിച്ചിയാണ് കൂടെ വന്നിരിക്കുന്നത്. പാപ്പിച്ചി എന്തൊക്കെ കൊണ്ടുവന്നു തന്നി പ്രാവശ്യം വന്നപ്പോ? മുട്ടായി, ചോക്ലേറ്റ്, വിമാനം. അതെവിടെ ഇട്ടേക്കണ് വിമാനം? ഇനി വരുമ്പോ ദുബായില്. ഇനി വരുമ്പോ എന്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്? മുട്ടായി മാത്രം മതി. ഇപ്പൊ വാപ്പിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ പറഞ്ഞു എന്തൊക്കെ വേണമെന്നൊന്ന് പറഞ്ഞു. ചോക്ലേറ്റ്, മുട്ടായി വേണം. പിന്നെ സമാധാനം വേണം, അത് വേണം. പിന്നെ വേറെന്ത് വേണം? കളി സമ്മാനം മേടിച്ചു കൊടുത്തേക്കണം. ഉമ്മിച്ചിക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം?
ചെരുപ്പ് ചെരുപ്പ്. സൽവാറ് ആ, ഏ? സൽവാറ് സൽവാറ്, ചെരുപ്പ്, അപ്പൊ ശരി. മാല മാല സ്വർണത്തിന്റെയാ അല്ലെങ്കിൽ മുത്തിന്റെയാ? ഉം. ഏതാണ്? മുത്ത് മുത്തിന്റെ. ആ, ബാപ്പച്ചി ഇങ്ങോട്ട് വരണമോ? ആ എത്ര ദിവസം ഇവിടെ നിൽക്കണം? 3 ദിവസം 3 ദിവസം നിന്നിട്ട് പൊക്കോളണം. 3 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരിക, ഈ സാധനങ്ങളുമായിട്ട് വരിക അല്ലെ? സാധനങ്ങൾ ഇല്ലെങ്കിൽ വരണോ ഇങ്ങോട്ട്? ഉം. കൈ കൊണ്ടുവന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരേം വേണ്ട. 3 ദിവസം നിന്നാ മതി, ആദ്യം ദിവസം ഒന്നും നിൽക്കണ്ട. 3 ദിവസം നിന്നിട്ട് പോണോ അല്ലേ? ഉം. എത്ര വയസ്സുണ്ട്? പകലുണ്ട് 3:30 സമയം അല്ല ആ 3:30 എന്ത്? എനിക്ക് വയസ്സ് ക്ലാസ്സിലൊക്കെ പോകുന്നില്ലേ? എന്താ പോകാത്ത? അംഗനവാടിയില് അങ്കിള് വാടിയിൽ പോകുന്നുണ്ട്. ഏതങ്കിള്? അംഗനവാടിക്ക് മനസ്സിലായില്ല എനിക്ക്. അംഗനവാടിക്ക് അങ്കലവാടിക്ക് എവിടെ? 3-ല് അങ്കലവാടിക്ക്. എവിടെ പഠിക്കാൻ പോകുന്നു? അംഗനവാടിയിലെ അങ്കനവാടി. അംഗനവാടി പിന്നെ എനിക്ക് തെറ്റും. അങ്കനവാടിയിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അവിടെ പോയി പഠിക്കുകയാണോ ഉറങ്ങുകയാണോ? ഇവിടെ വെണ്ടൊക്കെ ഉണ്ട്. ബ്രെഡാ? ബെഡ് ബ്രെഡ് ഉണ്ട്. ബെഡ് ബെഡ്. ബെഡ് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഉറപ്പ്, കിടപ്പുറപ്പല്ലേ? അങ്കനവാടി പോകുന്നുണ്ട്. ആ, അപ്പൊ നല്ല മിടുക്കിയാണ്, നല്ല കുട്ടിയാണ് കേട്ടാ. മിന്നിന്റെ വടലുണ്ടല്ലോ. മിന്നാമിനിക്കിട്ട് ഒന്ന് പഠിക്കേ. മിന്നി ഇത്തിരി പൊന്ന് കതിൽ കേട്ടത് പാട്ടല്ല, ഒന്നാമത്തെ തോണി കേറി പൊന്നാലമ്പിളി വന്നിറങ്ങി അയ്യ, തന്നീട്ടമ്മൊരു നോല. ഈ പൊന്നോ അങ്ങനെ ആയിട്ടാണ്. നല്ല കുട്ടി, നല്ല മിടുക്കി കുട്ടി, സുന്ദരി കുട്ടി. നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഫാസ്റ്റിലൊന്ന് പറയാൻ പറ്റും. പറയൂ. മെറ്റി പേഴ്സൺ മീറ്റർ ബട്ടർ സോഷ്യൽ പേഴ്സൺ മീറ്റർ ബട്ടർ ടു മേക്ക് മീറ്റർ ബട്ടർ ബെറ്റർ. എന്റെ ദൈവമേ, ഇത് എങ്ങനെ പറയും? ഇതെനിക്ക് ജന്മത്ത് പറയാൻ പറ്റില്ല. ഒന്നും കൂടി പറഞ്ഞേ. മെറ്റി പേഴ്സൺ മീറ്റർ ബട്ടർ സോഷ്യൽ പേഴ്സൺ മീറ്റർ ബട്ടർ ടു മേക്ക് മീറ്റർ ബട്ടർ ബെറ്റർ. ബെറ്റർ ആണ് ഇത്, ബെറ്റർ ആണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? പറ അടി, ഇത് പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോള് തോറ്റു പോവില്ലേ? പറ, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെയല്ല, മോള് ജയിക്കണം. അപ്പൊ പിന്നെ അങ്കിള് പറഞ്ഞിട്ട് അങ്കിള് ജയിച്ചാൽ മോള് തോറ്റു പോവില്ലേ? അതിനെനിക്കൊരു പ്രശ്നമില്ല. പറ. പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് മോളെ തോപ്പിക്കാൻ പറ്റുമോ? മോള് ജയിക്കട്ടല്ലേ, നല്ലൊരു സമ്മാനം തരാൻ പറ്റുള്ളൂ. എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ തോറ്റാലും എനിക്ക് സമ്മാനം വേണ്ട. എനിക്ക് സമാധാനം വേണ്ടേ? അങ്കിളേതായാലും പറ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ സമാധാനം പോവും, എനിക്ക് സമ്മാനവും കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതില്. എനിക്ക് പ്രശ്നമുണ്ട്. വേറെന്താ ചോദിക്കാനുള്ളത്? അങ്കിൾ ഇത് പറ ആദ്യം. എന്താണ് വേണ്ട, ഞാനിത് പറയാനാണ് പറഞ്ഞത്. ഈ അങ്കിള് ബെറ്റർ ബെറ്റർ ഷട്ടർ ഷുട്ടർ ഷൂട്ടർ ഒക്കെ പറയാനാണ് പറഞ്ഞത്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാരൊക്കെ ഇത് കാണും. കണ്ടു കഴിയുമ്പോ എന്താ പറഞ്ഞ പേര്? നിഹാ ഫാത്തിമ. നിഹാ ഫാത്തിമ തോറ്റു. അങ്കിളത് പറ. അങ്കിള് വളരെ ഫാസ്റ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്. ഇതേപോലെ ഒന്ന് പറ. ഇതുപോലെ പറയാൻ ആർക്കും പറ്റില്ല. മിഹായൽ ഫാത്തിമക്ക് മാത്രമേ പറ്റുള്ളൂ. വയനാട്ടുകാർ ശ്രദ്ധിക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന മിഹാൽ ഫാത്തിമ അല്ലേ? സൂപ്പർ കിഡ്സിൽ പങ്കെടുത്ത് ഇന്നത്തെ നല്ല ചോദ്യങ്ങൾക്ക് നല്ല ഉത്തരം പറഞ്ഞ കുസൃതികൾക്ക് സമ്മാനം 2 സമ്മാനമുണ്ട്. ഒന്ന് മിൽക്ക വണ്ടർ കേക്ക് നൽകുന്ന സമ്മാനവും മറ്റൊന്ന് പാപ്പിൾസ് കിഡ്സ് വെയർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. അപ്പൊ ഇന്നത്തെ ദിവസം വളരെ മനോഹരമാക്കിയ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, എല്ലാവർക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മളുടെ അനുവദിച്ച സമയം കഴിഞ്ഞു. നമുക്ക് വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരേക്കും എല്ലാവർക്കും